യെസ്, വെളുത്തുള്ളിയുടെ രണ്ടാം ഭാഗത്തിന് എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കാതെ ഒരിക്കലും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും അല്ലെ. അപ്പൊ നേരത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു, എത്ര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പച്ചക്കറിയിൽ ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ കാര്യമാക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയുള്ളൂ, വെളുത്തുള്ളി ചതച്ച് വെച്ചാൽ മൂക്കടപ്പ് മാറും. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ? ഇനിയും ഇതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ ഡിഗ് ചെയ്യാനാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ വെളുത്തുള്ളിക്ക് ഉള്ളില് ഗ്ലൂട്ടത്തിയോൺ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്. അതാണ് നമ്മുടെ ലിവറിന്റെ ഡീടോക്സിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ കൂടെ ബാഡ് കൊളസ്ട്രോളിനെ മാറ്റും. സോ ഈ രണ്ട് കാരണം കൊണ്ടാണ് അതിൽ പറയുന്നത് ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ദ ലിവർ എന്നൊക്കെ പറയുന്നത്. അതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു ബ്ലഡ് വെസൽസിനെ റിലാക്സ് ചെയ്യും, ഇറ്റ് വിൽ ഇംപ്രൂവ് ദ ബ്ലഡ് ഫ്ലോ. അതുകൊണ്ടാണ് ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കും എന്ന് പറയുന്നത്. അതേമാതിരി ചുമയും ജലദോഷം മാറും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതിന്റെ സിംറ്റംസിനെ കുറയ്ക്കും എന്ന് മാത്രമേ റിസർച്ചിൽ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇതിന്റെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ഇറ്റ് പ്ലേസ് എ ഹ്യൂജ് റോൾ. നമ്മുടെ യൂട്രൈൻ കോൺട്രാക്ഷൻസ്, അതേമാതിരി മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പക്ഷെ പ്രഗ്നന്റ് മദേഴ്സ് കഴിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് ഓക്കെ. ബട്ട് ചില അവരുടെ കുട്ടികൾക്ക് അതിൻ്റെ ഒരു വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ല് വരും എന്നൊക്കെ ചില റിസർച്ചിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇറ്റ് ഹാസ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ്. അതുകൊണ്ടാണ് അതിന് മ്യൂക്കസിനെ പുറത്തോട്ട് കളയാനത് ഹെൽപ്പ് ചെയ്യുന്നത്, മൂക്കടപ്പ് മാറ്റാനും സഹായിക്കുന്നത്. അതിൻ്റെ കൂടെ ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കും. ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനാണ്, നമ്മുടെ ബോഡിയിലെ ഫ്രീ റാഡിക്കൽസിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ ടു അവോയ്ഡ് ദ ടിഷ്യൂ ഡാമേജ്, ഓക്കെ, അതൊരു കണ്ടീഷനാണ്, ഒരു അസുഖമാണെന്ന് പറയാം. അതിനെ കുറയ്ക്കാനും അതേപോലെ ആന്റി കാർസിനോജിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്ന് വെച്ചാൽ ക്യാൻസറിന്റെ സെൽസിന് അതിനെ കുറയ്ക്കും എന്നേ ഉള്ളൂ. ഇപ്പൊ ക്യാൻസർ ഇല്ലാതാക്കുന്നതല്ല. ഇപ്പൊ എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഇതിന് പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ന് വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇറ്റ് വിൽ ഓൺലി റെഡ്യൂസ്, അതിനെ പൂർണ്ണമായിട്ട് മാറ്റില്ല. അത് ദയവ് ചെയ്തൊന്ന് ശ്രദ്ധിക്കണം. പറഞ്ഞാൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യും. അതായത് പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോൺ ആണ്. എന്ത് ഹോർമോൺ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ബോഡിലി, അതേമാതിരി തന്നെ നമ്മുടെ ബോഡിലി ഫങ്ഷൻസ്, നോർമൽ ആയിട്ടുള്ള ഫങ്ഷൻസ്, BP, മെൻസ്ട്രൽ ആ സൈക്കിളിന്റെ ആ സമയത്ത്, അല്ലെങ്കിൽ മസിൽ കോൺട്രാക്ഷൻസ്, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഹോർമോണാണ്. ആ ഹോർമോണും വർദ്ധിപ്പിക്കാനായിട്ട് വെളുത്തുള്ളിയുടെ ഉള്ളിലുള്ള ആ ലിക്വിഡ്, ആ കെമിക്കൽ കോമ്പൗണ്ട് സഹായിക്കും. അതേമാതിരി ഈസ്ട്രോജൻ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ഫീമെയിൽസിന്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്ത് അസുഖമുണ്ടെങ്കിലും, എസ്പെഷ്യലി യൂട്രൈൻ കോൺട്രാക്ഷൻ, എൻഡോമെട്രിയോസിസ്, PCOD, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഗാർലിക് വളരെ നല്ലതാണ്. ഇതിൽ ലസൂന ഏരണ്ടാതി കഷായം, ലസൂന എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി. നമ്മുടെ ആയുർവേദത്തില് വളരെ ഒരുപാട് മരുന്നുകൾ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന കുറെ മരുന്നുകളുണ്ട്, അതിലൊക്കെ ഈ വെളുത്തുള്ളി വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കഴിച്ചാൽ വളരെ നല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വെറും നമ്മൾ റോ ആയിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ റോ ആയിട്ട് കഴിച്ചാൽ വളരെ നല്ലതാണ്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓൾറെഡി ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, അസിഡിറ്റി ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, അവർക്ക് വെളുത്തുള്ളി കഴിച്ചാൽ മേ ബി ഇങ്ങനെ ബുദ്ധിമുട്ട് വരാൻ, ഡിസ്കംഫർട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇതിന്റെ കൂടെ വേറൊരു മരുന്ന്, ഒരു അരിഷ്ടമോ കഷായമോ ഗുളികയോ കഴിക്കുന്നത് നല്ലതാണ്. ഞാൻ പറയാൻ കാരണം, ഇത് കഴിച്ചാൽ, കൂടുതൽ കഴിച്ചാൽ, ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് വെളുത്തുള്ളി എന്നും കഴിച്ചാൽ നല്ലതാണ്, തീർച്ചയായിട്ടും നല്ലതാണ്. ഒരു ക്ലൗ, അതായത് ഒരു പീസ്, ചെറിയൊരു പീസ്. പക്ഷേ ഇത് അധികമായാൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസ്കംഫർട്ട് വരാൻ സാധ്യതയുണ്ട്. എന്തുമാവാം, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ബുദ്ധിമുട്ടുകൾ എന്തുമാവാം, എന്തും സംഭവിക്കാം. ലൈക്ക് ഒരു വയറുവേദന വരാം, അസിഡിറ്റി വരാം, അല്ലെങ്കിൽ ഒരു എരിച്ചിൽ, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഹോട്ട് ഇൻ നേച്ചർ, ഭയങ്കര ഒരു ബേണിംഗ് ആണ്. അത് വെറുതെ കഴിച്ചാൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. അധികമായാൽ നല്ലതല്ല എന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചു വരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ എക്സ്ട്രാക്ട്, ഇതിന്റെ ഉള്ളിലുള്ള ലിക്വിഡ് സെക്ഷുവൽ എറോസലിന് വേണ്ടി വളരെയധികം സഹായിക്കും. അത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ വെളുത്തുള്ളിക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. സോ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, വെളുത്തുള്ളി നെഗറ്റിവിറ്റിനെ കളയാൻ വളരെ സഹായിക്കും. ഞാൻ ഇതിന്റെ കൂടെ ഒരു ലിങ്ക് ഇവിടെ ഇടാണ്, ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ ഒരു ലിങ്ക് ഉണ്ട്. അതിൽ ദ ഹോൾ ഹിസ്റ്ററി ഓഫ് ഗാർലിക് ഒരുപാട് കഥ പോലെ അതിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് പുഷ് ദ ബെൽ ബട്ടൺ.